ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസൺ ആവേശകരമായി മുന്നോട്ട് പോകുമ്പോൾ വളരെ പ്രതീക്ഷയോടെ ഈ സീസണെ കാണുന്ന താരങ്ങളിൽ ഒരാളാണ് അർജുൻ ടെണ്ടുൽക്കർ. മുംബൈ ഇന്ത്യൻസ് വിട്ട് ലക്നൗ സൂപ്പർ ജയൻസിലേക്ക് എത്തിയ അർജുന് ആദ്യ മത്സരത്തിൽ കളിക്കാൻ ലക്നൗ അവസരം നൽകിയിട്ടില്ല. ഡൽഹി ക്യാപിറ്റൽസിനോട് 6 വിക്കറ്റിന് ലക്നൗ തോൽക്കുകയും ചെയ്തു. മുംബൈ ഇന്ത്യൻസിനൊപ്പം ബെഞ്ചിലിരുന്നും എടുത്ത അർജുൻ ലക്നൌവിലേക്കുള്ള വരവിനെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഇപ്പോഴത്തെ തന്റെ ക്രിക്കറ്റിലെ റോൾ മോഡലിനെ കുറിച്ചും IPL സ്വപ്നങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ് അർജുൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറുടെ മകനാണ് താനെങ്കിലും റോൾ മോഡൽ യുവരാജ് സിംഗ് ആണെന്നാണ് അർജുൻ പറയുന്നത്. യുവരാജിന്റെ ബാറ്റിങ്ങിനേക്കാൾ മികച്ചതായി എന്തുണ്ടെന്നാണ് അർജുൻ ചോദിക്കുന്നത്. അദ്ദേഹത്തിന് കീഴിൽ അല്പനാൾ പരിശീലനം നടത്താൻ സാധിച്ചത് തന്റെ ഭാഗ്യമാണെന്നാണ് താരം പറയുന്നത്. യുവരാജിന്റെ പിതാവായ യോഗരാജ് സിംഗിന് കീഴിൽ കഴിഞ്ഞ 1 വർഷത്തോളമായി അദ്ദേഹം പരിശീലനം നടത്തിയിരുന്നു. ഇന്ത്യയുടെ മുൻ ലോകകപ്പ് ഹീറോയായ യുവരാജിനെ പോലെ ഒരു സൂപ്പർ താരമായി മാറുന്നത് ഏതൊരു യുവതാരത്തിന്റെയും സ്വപ്നമാണെന്ന് തന്നെ പറയാം. എന്നാൽ യുവരാജാണ് റോൾ മോഡലെങ്കിലും ഇഷ്ടപ്പെട്ട ഓൾറൗണ്ടർ മുൻ ഇന്ത്യൻ നായകനായ കപിൽ ദേവ് ആണെന്നാണ് അർജുൻ പറയുന്നത്. അർജുൻ ഓൾറൗണ്ടർ റോളിൽ കളിക്കുന്ന താരമാണ്. എന്നാൽ ഇതുവരെ പേരെടുക്കുന്ന പ്രകടനം നടത്താൻ അർജുന് സാധിച്ചിട്ടില്ല. ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈ ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ട അർജുൻ ഗോവയ്ക്കായാണ് നിലവിൽ കളിക്കുന്നത്. IPL മുംബൈ ഇന്ത്യൻസിനെ കളിക്കാൻ അർജുന് സാധിച്ചെങ്കിലും തുടരവസരം ലഭിച്ചില്ല. മുംബൈ ഇന്ത്യൻസ് ടീമിൽ നിന്ന് പുറത്തായപ്പോൾ നിരാശ തോന്നി എന്നതിനെക്കുറിച്ചും അർജുൻ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. തുടർച്ചയായി ബെഞ്ചിലിരിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ എന്നാണ് അർജുൻ ചോദിക്കുന്നത്. എപ്പോഴും മികച്ച മുന്നൊരുക്കത്തോടെയാവും താൻ ഇരിക്കുന്നത്. അവസരം ലഭിക്കുമ്പോൾ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാനാവും ശ്രമിക്കുക. ഇപ്പോൾ വളരെ സന്തോഷവാനാണ്. ഒരു പുതിയ ടീമിനെ കളിക്കാനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. പുതിയ ആളുകളെയും ലക്നൌവിലെ പുതിയ ഭക്ഷണത്തെയും ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സന്തോഷവാനാണെന്നാണ് താരം പറയുന്നത്. സച്ചിൻ ടെണ്ടുൽക്കറുടെ മകൻ എന്ന നിലയിലേക്ക് മാത്രമായി അർജുൻ ഒതുങ്ങിപ്പോയിരുന്നു. മുംബൈ ഇന്ത്യൻസ് അർജുനെ ടീമിലെടുക്കുന്നത് സച്ചിന്റെ മകൻ ആയതിനാൽ മാത്രമാണെന്ന പരിഹാസം താരത്തിന് ഏറെ കേൾക്കേണ്ടി വന്നിരുന്നു. എന്നാൽ മുംബൈ ഇന്ത്യൻസ് വിട്ട് ലക്നൌവിലേക്ക് എത്തിയതോടെ ഈ വിമർശനത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ അർജുന് സാധിച്ചു. ലക്നൌവിന്റെ പ്ലേയിങ് ലെവലിൽ അർജുന് അവസരം ലഭിക്കുമെന്ന കാര്യം ഇപ്പോഴും ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. എന്നാൽ അവസരം ലഭിച്ചാൽ ഏറ്റവും മികച്ച പ്രകടനത്തോടെ കസറാൻ അർജുന് സാധിക്കേണ്ടതായുണ്ട്. സച്ചിന്റെ മകൻ എന്ന ലേബലിനപ്പുറം ക്രിക്കറ്റ് മൈതാനത്ത് സ്വന്തമായ ഒരു മേൽവിലാസം സൃഷ്ടിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് അർജുൻ ടെണ്ടുൽക്കർ. യുവരാജ് സിംഗിനെ പോലെ ഒരു മാച്ച് വിന്നറാകാനും കപിൽ ദേവിനെ പോലെ വിശ്വസ്തനായ ഓൾറൗണ്ടറാകാനും അർജുന് സാധിക്കുമോ? മുംബൈയിലെ ബെഞ്ചിലിരുന്നും എടുത്ത അർജുന് ലക്നൗ സൂപ്പർ ജയൻസിന്റെ കുപ്പായം ഒരു പുതിയ ഉദയമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വിമർശകർക്ക് തന്റെ പ്രകടനത്തിലുള്ള മറുപടി നൽകാൻ അർജുൻ ഈ സീസണിൽ അവസരം ലഭിക്കട്ടെ എന്ന് ആശംസിക്കാം. അർജുൻ ടെണ്ടുൽക്കറുടെ ലക്നൌവിലെ അരങ്ങേറ്റത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അർജുന് ഈ സീസണിൽ തിളങ്ങാൻ സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം.